ഹായ് ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്തേ. നമുക്കിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് കണ്ണിൻ്റെ എക്സസൈസുകളായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴുത്തിൻ്റെ ജോയിൻറ്റ് ലൂസനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. കഴുത്ത് ഏറ്റവും പ്രധാനമാണ് നമുക്കല്ലേ. കഴുത്തിൻ്റെ എക്സസൈസുകളെന്ന് പറയുമ്പം കഴുത്ത് മൂവ്മെൻറ്റ്, അതായത് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മാസം 6 മാസം കഴിയാതെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. വീണ്ടും കഴുത്തിന് നല്ല പെയിനുള്ള അവസരത്തിൽ കഴുത്തിൻ്റെ എക്സസൈസുകൾ ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും കഴുത്തിൻ്റെ ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് എന്നും ചെയ്യുന്ന പോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യുന്ന യോഗ നമ്മുടെ ശരീരത്തിന് മനസ്സിന് ഫലപ്രദമാകട്ടെ എന്നൊന്നും പ്രാർത്ഥിക്കാം. അതിനുശേഷം 3 പ്രാവശ്യം ശ്വാസം എടുത്ത് വിടാം. കണ്ണുകളടച്ച് നട്ടല് നിവർന്നിരുന്ന് മുഖത്തൊരു ചെറിയ പുഞ്ചിരിയോടുകൂടി 3 പ്രാവശ്യം നല്ല ശ്വാസം എടുക്കണം. എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. നല്ല ഓക്സിജൻ ഉള്ളിൽ ചെല്ലട്ടെ. ഓക്സിജനാണ് നമ്മുടെ ബ്ലഡിൽ നിന്ന് ആഹാരങ്ങളുടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പോഷകങ്ങളും വിറ്റാമിൻസും എല്ലാം എടുത്ത് നമ്മുടെ ബ്ലഡിൽ എത്തിക്കുന്നത്. അതിന് നല്ല ഓക്സിജൻ ചെല്ലട്ടെ. അതുപോലെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം പുറത്തു പോട്ടെ കാർബൺ ഡൈ ഓക്സൈഡ് രൂപത്തിൽ. അപ്പോൾ നമുക്ക് നല്ലൊരു ശ്വാസം എടുക്കാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. സ്ലോലി കണ്ണുകൾ തുറക്കാം. നമ്മൾ ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും ഇന്നത്തെ വീഡിയോയ്ക്കകത്തിൽ നമ്മൾ ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ വലത് കൈ വയറിന്മേൽ വെക്കുക, എന്നിട്ട് നമ്മൾ നല്ല ബ്രീത്ത് എടുക്കുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. വയർ ഉയരുന്നോ എന്ന് നോക്കുക. നല്ലതായിട്ട് പുറമോട്ട് ബഡ്ജ് ചെയ്ത് നിൽക്കണം. വീണ്ടും ആ ശ്വാസം വിടുക. വയറകത്തേക്ക് പോകണം. ശ്വാസം വിടുമ്പോൾ വയറ് താന്ന് പോകണമെന്നർത്ഥം. ഒന്നുകൂടെ ബ്രീത്ത് എടുക്കാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഈ രീതി പ്രാക്ടീസ് ചെയ്യണം എല്ലാവരും. ചിലപ്പോൾ ചിലർക്ക് ശ്വാസം എടുക്കുമ്പോൾ വയറകത്തേക്ക് പോവുകയും ശ്വാസം വിടുമ്പോഴായിരിക്കും വയറ് പുറത്തോട്ട് പോകുന്നത്. ആ രീതി മാറ്റിയിട്ട് ഇനിയും തൊട്ട് ശ്വാസം എടുക്കുമ്പോൾ നന്നായി എടുക്കുമ്പോൾ വയറ് പുറത്തോട്ടും ശ്വാസം വിടുമ്പോൾ അകത്തോട്ടും ഈ രീതിയിൽ ശ്വസനം പഠിക്കുക. അടുത്ത കഴുത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. നല്ലൊരു ശ്വാസം എടുക്കണം. എന്നിട്ട് കഴുത്തിന് അപ്വേഡ് മൂവ്മെൻറ്റ്. ബ്രീത്ത് ഇൻ, സ്ലോലി ബ്രീത്ത് ഔട്ട്. താടി വന്ന് നെഞ്ചിൽ മുട്ടി നിൽക്കുക. വീണ്ടും ഇൻഹെയിൽ അപ്പ്, എക്സേൽ ഡൗൺ. അനദർ ഇൻഹെയിൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇപ്പോൾ 3 ടൈംസ് ആയി. 5 ടൈംസ് ചെയ്യുക ഓരോന്നും. നെക്സ്റ്റ് 1 ചെവി കൊണ്ടുവന്ന് ഷോൾഡറെ കൊണ്ട് മുട്ടിക്കാൻ നോക്കുക. 1 ലെഫ്റ്റ് സൈഡ്. നല്ല ബ്രീത്ത് എടുക്കാൻ. നേരെ വന്ന് ആ എടുത്ത ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത സൈഡ് മുട്ടിക്കാം. വീണ്ടും നേരെ വന്ന് ശ്വാസം എടുക്കണം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. 3-5 പ്രാവശ്യം ചെയ്യാം. അടുത്ത ടേൺ ചെയ്ത് നോക്കുക. താടിയുടെ എല്ലാം ഷോൾഡറിൻ്റെ ലെവൽ ഒരുപോലെ വന്നോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത്രമാത്രം തിരിക്കാൻ പറ്റുമോ നോക്കുക. ആദ്യം സാധിക്കത്തില്ല, പക്ഷേ പറ്റുന്നത്രയും കൊണ്ടുവരിക. വീണ്ടും നേരെ വരാം. അടുത്ത സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കുക. നോട്ടം പുറമോട്ട്. എന്നും നോക്കുന്നതിലൂടെ നല്ലവണ്ണം നമുക്ക് നോക്കാൻ സാധിക്കും. 1 നേരെ വന്ന് ശ്വാസം എടുക്കണം. ആ ശ്വാസം വിട്ടുകൊണ്ട് തിരിഞ്ഞ് നോക്കുക. വീണ്ടും നേരെ വന്ന് ശ്വാസം എടുക്കണം. ശ്വാസം വിട്ടുകൊണ്ട് സൈഡ്. ഇനി നമുക്ക് ആ റൊട്ടേഷൻ, ഹാഫ് റൊട്ടേഷനാണ് ഞാനിപ്പം പറഞ്ഞു തരുന്നത്. ഈ
താടി ഈ ലെഫ്റ്റ് ഷോൾഡറെ വെക്കുക, താടി നെഞ്ചിലൂടെ ഒരഞ്ഞ് റൈറ്റ് ഷോൾഡറിൽ എത്തിക്കുക. വീണ്ടും അവിടെ നിന്ന് തിരിച്ച് നോർമൽ ബ്രീത്തിൽ ഇവിടെ വരെ കൊണ്ടുവരിക. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം കഴുത്ത് പുറകോട്ടിട്ട് ഈ ലെഫ്റ്റ് ഷോൾഡറിൽ നിന്ന് ബാക്കിൽ കൂടെ റൈറ്റ് ഷോൾഡർ, വീണ്ടും റൈറ്റ് ഷോൾഡർ ടു ലെഫ്റ്റ് ഷോൾഡർ ഇങ്ങനെ കൊണ്ടുവരിക. അതും 5 പ്രാവശ്യം ചെയ്യണം. ആദ്യം ചെയ്യുമ്പം കണ്ണ് തുറന്ന് പിടിച്ച് ഇങ്ങനെ ചെയ്യുക. ഫുൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ തല കറങ്ങാനും ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവർക്കും പ്രശ്നമാകും. അല്ലെങ്കിൽ നമുക്ക് ഫുൾ റൊട്ടേഷനും കാണിച്ചു തരാം. ഇങ്ങനെയും ചെയ്യാം. ഈ ലെഫ്റ്റ് ഷോൾഡറിൽ തുടങ്ങി കറങ്ങി വന്ന് തല ബാക്കിലൂടെ ഇട്ട് ലെഫ്റ്റിൽ തന്നെ അവസാനിക്കുക. വീണ്ടും ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റ് ടച്ച് ചെയ്ത് ലെഫ്റ്റിൽ അവസാനിക്കുക. വീണ്ടും അവിടുന്ന് തിരിച്ച് ഇങ്ങനെ 5 പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു വലത് കൈ വലത് ഭാഗത്തെ പ്ലേസ് ചെയ്യുക. ഈ ഭാഗത്തായിട്ട് ഏണിൻ്റെ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇടത് ഭാഗത്തൂടെ തിരിഞ്ഞ് നോക്കുക. കഴുത്ത് മാത്രം തിരിക്കുക, ശരീരം ബോഡി മൊത്തം തിരിക്കല്ല, കഴുത്ത് മാത്രം തിരിച്ച് നമ്മുടെ ആ കൈയൊക്കെ ഒരു ചെറിയ വിരലൊന്ന് അനക്കി കൊടുക്കുക. നമ്മുടെ കൈ അനങ്ങുന്നേ കാണാവുന്ന ശ്രദ്ധിക്കുക. ഒരു സൈഡ് കാണാൻ പറ്റുന്നവർ കാണും, ചിലപ്പോൾ ഒരു സൈഡ് കാണാൻ പറ്റാത്തവർ കാണും. കഴുത്ത് എത്രമാത്രം തിരിഞ്ഞെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിൽ ഹോൾഡ് ചെയ്യുക, റൈറ്റ് സൈഡിൽ കൂടെ നോക്കുക, കൈയുടെ ഒരു വിരലൊന്ന് അനക്കി കൊടുക്കുക. നമുക്ക് കാണാവുന്ന ശ്രദ്ധിക്കുക. അപ്പോൾ ഡെയിലി കഴുത്തിൻ്റെ റൊട്ടേഷൻ, വാഹനങ്ങൾ നിരന്തരം ഓടിക്കുന്നവർക്ക് കഴുത്തിൻ്റെ തേയ്മാനം, ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ, ഷോൾഡർ പെയിൻ, ഈ കഴുത്തിൻ്റെ ഞരമ്പ് വരെയുള്ള പ്രശ്നങ്ങൾ എല്ലാം മാറാൻ ഈ കഴുത്തിൻ്റെ എക്സസൈസ് നിങ്ങളെ സഹായിക്കും. താങ്ക് യു. എല്ലാവരും ചെയ്തു നോക്കണം. താങ്ക് യു.